മീഡിയ ഉള്ളിലോട്ട് കയറിക്കേ സുരേഷ് ഏട്ടാ. ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോൾ അതിൽ ഒരു നല്ല അംശത്തോടെ അല്ലെങ്കിൽ ഒരു ചെറിയ അംശത്തോടെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റോ ക്രൗര്യമോ ചിലപ്പോൾ കാട്ടിയിട്ടുണ്ടാകും. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെ അത് ജീവിത വഴിയിൽ സംഭവിച്ച് വന്നു. ഒരുപക്ഷെ അതിനൊക്കെ തിരിച്ചൊരു ഏറ്റുപറച്ചിലോ ഒരു മാപ്പ് പറച്ചിലോ ഒന്നും സാധ്യമായില്ല എന്നത് സങ്കടകരമാണെങ്കിൽ ഈ സിനിമ ചെയ്തത് വഴി ഞാൻ കളക്റ്റീവായിട്ട് ആ ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലുമാണ് ഈ സിനിമയുടെ രചനയിലൂടെ ഞാൻ നിർവഹിച്ചിട്ടുണ്ടാകുന്നത്. ഇതെല്ലാവർക്കും ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റാറി ഫിലിമിന്റെ ഒരു പാരാഫർമേലിയ എന്ന് പറയുന്നതെല്ലാം ഇത് വന്ന് കാണുന്നതിന് നിങ്ങൾക്കുള്ള ക്ഷണക്കത്തായി മാറും. പക്ഷേ ആ ക്ഷണക്കത്തിന് നിങ്ങൾ മര്യാദയും മൂല്യവും നൽകണമെന്ന് കൂടിയാണ് ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഏതാണ്ട് 6 മാസം വന്ന് പിന്നെ അഭിനയിച്ചാൽ തന്നെ എപ്പോൾ ചെയ്യും എന്നുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇത് ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം 4 വർഷമാണ്, 3.5-4 വർഷമാണ്. ഒരുപക്ഷെ നമ്മൾ തുടങ്ങിയത് ഗരുഡന് മുമ്പാണ്. നവംബർ 7-ാം തീയതി 2022 ഈ സിനിമ തുടങ്ങുന്നത്. അധികം ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഫിനാൻഷ്യൽ ക്രഞ്ചൊക്കെ ഒരുപാട് സിറ്റുവേഷൻസിലുണ്ടായി. അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഫനീന്ദ്രകുമാർ ആയാലും കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ആയാലും ശരി തന്നെ, പിന്നെ സേതുരാമൻ നായരെയും അതുപോലെയുള്ള കോ പ്രൊഡ്യൂസേഴ്സിനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്നാണ്